ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉപേന്ദ്രോ വാമന പ്രാംശുർ അമോഘ ശുചിരുർജിത അതീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമാ. ഉപേന്ദ്ര, ദേവേന്ദ്രന്റെ അനുജൻ, ദേവേന്ദ്രനേക്കാൾ മീതെയുള്ളവൻ. കശ്യപ അതിഥി ദമ്പതികളുടെ പുത്രനാണ് ദേവേന്ദ്രൻ. മഹാബലി ദേവേന്ദ്രനെ തോൽപ്പിച്ച് ദേവലോകം പിടിച്ചടക്കിയപ്പോൾ അതിഥിയുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് വാമനനായി അവതരിച്ചു. അങ്ങനെ ദേവേന്ദ്രന്റെ അനുജനായി. സുരേശ എന്ന നാമം ദേവന്മാർക്കും ദേവേന്ദ്രനും ഈശനെന്ന് ദ്യോതിപ്പിക്കുന്നു. ഗോവർദ്ധന പർവ്വതോദ്ധാരണത്തിൽ ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിച്ച അവിടുന്ന് ഇന്ദ്രനേക്കാൾ മീതിയുമായി എന്ന് ധ്വനി. വാമന, അതിഥിയുടെ പുത്രൻ, ആരാധ്യൻ. 5ാമത്തെ അവതാരമാണ് വാമനൻ. അതിഥിയുടെ 12ാമത്തെ പുത്രനായി ജനിച്ച മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിച്ചു. തേജസ്സും ഉയരം തീരെയില്ലാത്തതുമായ വാമന രൂപം ഭക്തിയോടെ ഭജിക്കപ്പെടേണ്ടതെന്ന് യോഗികൾ കരുതുന്നു. പ്രാംശു, വലിയ രൂപം ധരിച്ചവൻ. അരുതെന്ന് ശുക്രാചാര്യർ വിലക്കിയിട്ടും മഹാബലി ദാനസങ്കല്പം ചെയ്ത ജലം വാമനന്റെ കയ്യിൽ വീഴ്ത്തി. ഉടനെ വാമനരൂപം വെടിഞ്ഞ ഭഗവാൻ വിശ്വരൂപധാരണം ചെയ്തു. ഭൂമി ഭഗവാന്റെ പാദങ്ങളായി, ആകാശം ശിരസായി, സൂര്യചന്ദ്രന്മാർ 2 കണ്ണുകളുമായി. ഭഗവാന്റെ വലിപ്പം മനസ്സിലാക്കാനായി ഹരിവംശത്തിൽ ഇങ്ങനെ പറയുന്നു: ഭൂമിയെ അളക്കുമ്പോൾ സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ നെഞ്ചിന്റെ ഭാഗത്തും, ആകാശം അളന്നിടുമ്പോൾ നാഭി പ്രദേശത്തും, സ്വർഗം അളക്കുമ്പോൾ മുട്ടിനു താഴെയുമായിരുന്നു. ഇതിൽ നിന്നും ഭഗവാന്റെ രൂപത്തിന്റെ വലിപ്പം സങ്കല്പിക്കാം. അംശു എന്നാൽ പ്രകാശമെന്നും അർത്ഥമുണ്ട്. ഭക്തരുടെയും യോഗികളുടെയും ധ്യാനത്തിൽ ഭഗവാൻ പ്രകാശമായിട്ടാണ് ദൃശ്യമാകാറ്. അമോഘ, സർവപ്രവൃത്തികളും ഫലപ്രദമാക്കുന്നവൻ. സത്യസങ്കല്പനാണ് അവിടുന്ന്. അവിടുത്തെ ശിക്ഷ പോലും ഭക്തരെ നേർവഴിക്ക് നടത്തുന്നതിനാണ്. മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കുമ്പോഴും അദ്ദേഹത്തിന് ഇന്ദ്രപദവി കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുകയുണ്ടായി. ഭക്തരുടെ പ്രാർത്ഥനയും പൂജകളും ഒന്നും വ്യർത്ഥമാകാതെ അവർക്ക് ഹിതമായത് നൽകുന്നവനാണ് അവിടുന്ന്. ശുചി, ശുചിത്വം തികഞ്ഞവൻ. അസംഗനാണ് അവിടുന്ന്. അതിനാൽ ഒരിക്കലും കളങ്കിതനാവുകയില്ല. പാപരഹിതവും ശുദ്ധവും വിശുദ്ധവുമാകുന്നു പരമാത്മാവ് എന്ന് ഈശാവാസ്യം ഉപനിഷത്തിൽ പറയുന്നു. ശുദ്ധിയുടെ നിറകുടമായ അവിടുന്ന് ഭഗവത് സ്മരണയിലും നാമജപത്തിലും മുഴുകിയ ഭക്തരെയും ശുദ്ധരാക്കുന്നു. അവരുടെ പാപങ്ങൾ പുനരാവർത്തിയില്ലാതെ നശിച്ചു പോവുമെന്നത് നിശ്ചയമാണ്. അതിനാൽ ഗോവിന്ദനെ തന്നെ ആശ്രയമാക്കുക. ഈശാവാസ്യം ഉപനിഷത്തിൽ പറയുന്നു. ശുദ്ധിയുടെ നിറകുടമായ അവിടുന്ന് ഭഗവത് സ്മരണയിലും നാമജപത്തിലും മുഴുകിയ ഭക്തരെയും ശുദ്ധരാക്കുന്നു. അവരുടെ പാപങ്ങൾ പുനരാവർത്തിയില്ലാതെ നശിച്ചു പോവുമെന്നത് നിശ്ചയമാണ്. അതിനാൽ ഗോവിന്ദനെ തന്നെ ആശ്രയമാക്കുക. ഊർജിത, അതീവ ബലവാൻ, ശക്തി സ്വരൂപനാണ് ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അദ്ദേഹത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നു. മഹാബലിയെ വരുണപാശത്താൽ ബന്ധിച്ചത് അതിനുദാഹരണമാണ്. ജ്ഞാനമൂർത്തിയാണ് അവിടുന്ന്. അവിടുത്തെ ക്രിയകളെല്ലാം ജ്ഞാനാധിഷ്ഠിതമാണ്. അവ നിറവേറ്റപ്പെടുന്നത് അവിടുന്ന് സർവശക്തിമാനും ആയതിനാൽ അത്രേ. ശരണാഗതി അടയാൻ അതിലും സുരക്ഷിതമായൊരിടം വേറെ എവിടെയുണ്ട്? അതുകൊണ്ട് ഗോവിന്ദനെ ഭജിക്കുക. അവിടുത്തെ തൃക്കൈയിൽ അഭയം പ്രാപിക്കുക. അവിടുന്ന് കൈവെടിയുകയില്ല. അതീന്ദ്ര, ഇന്ദ്രനെ അതിക്രമിച്ചവൻ. ദേവന്മാരിൽ ശ്രേഷ്ഠനാണ് ഇന്ദ്രൻ. പക്ഷേ സകല കല്യാണ ഗുണങ്ങളും സമ്മേളിച്ച അവിടുന്ന് ഇന്ദ്രനെയും അതിക്രമിച്ചവൻ തന്നെ. ഒരു വ്യക്തിയിൽ ഏറ്റവും പ്രാമുഖ്യം അന്ധകരണത്തിനാണ്. അതിലും ഉപരിയായി ഒന്നേ ഉള്ളൂ, ആ വ്യക്തിയിലെ പരമാത്മാവിൻ്റെ സാന്നിധ്യം. സംഗ്രഹ,
തന്നിലെല്ലാം സംഗ്രഹിക്കുന്നവൻ. കൽപ്പാന്തത്തിൽ സമസ്തവും ബീജരൂപത്തിൽ തന്നിലൊതുക്കുന്നതിനാൽ സംഗ്രഹ. തൻ്റെ ഉപാസകരുടെ സമസ്ത ദുരിതങ്ങളും സംഗ്രഹിച്ച് അവരുടെ ക്ഷേമവും ഐശ്വര്യവും കാത്തുരക്ഷിക്കുന്നതിനാലും സംഗ്രഹ. സർഗ സൃഷ്ടി. സൃഷ്ടിക്കപ്പെട്ടത് ഏതോ അത്. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്ക് കരുവായതും ഭഗവാൻ തന്നെ. മായ കൊണ്ട് എത്ര നിരതിശയമായ ജീവജാലങ്ങളാണ് ഭൂമിയിൽ അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തൊരു മായ പ്രപഞ്ചമാണിത്. എത്ര നിഗൂഢ നിയമങ്ങളും അതിരുകളുമാണ് അണുവിട തെറ്റാതെ അനുഷ്ഠിച്ചു പോകുന്നത്. മര്യാദ ലംഘിക്കാതെ നിൽക്കുന്ന കടൽ, ഇളകാത്ത പർവ്വതം, നിലയ്ക്കാത്ത നദിയുടെ ഒഴുക്ക്, മാറുന്ന ഋതുക്കൾ, ഇതിൻ്റെ എല്ലാം പുറകിലെ സർഗശേഷിക്ക് കോടി നമസ്കാരങ്ങൾ അർപ്പിക്കുക. ധൃതാത്മാ എന്നും ഒരേ രൂപത്തിലുള്ളവൻ. ഭഗവാന് ജന്മമോ മരണമോ ഇല്ല, പരിണാമമില്ല. തൻ്റെ മഹിമാവിൽ ആരൂഢനായി നിത്യനായി നിലകൊള്ളുന്നു. നിയമ നിയമമായി വർത്തിക്കുന്നവൻ. സൂര്യചന്ദ്രാദികൾ, വായു, ജലം, അഗ്നി, പൃഥ്വി, ദിക്പാലകർ, കാലം എന്നിവയ്ക്കെല്ലാം ഓരോ പ്രവൃത്തി നിശ്ചയിച്ച് നടത്തുന്നത് അവിടുന്നത്രേ. യമ ഹൃദയത്തിലിരുന്ന് നിയമനം ചെയ്യുന്നവൻ. തൻ്റെ ആജ്ഞയാൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ. അന്തര്യാമിയായിരുന്ന് നമ്മുടെ പ്രവൃത്തികൾക്ക് മാർഗനിർദ്ദേശം അവിടുന്ന് നൽകുന്നുണ്ട്. അതിലേക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് മാത്രം. രോഗികളിൽ ഞാൻ യമമാണെന്ന് ഗീതയിൽ പറയുന്നതിൻ്റെ സാരം ഇതാണ്. ബാഹ്യവും ആന്തരികവുമായുള്ള എല്ലാ ശക്തികളെയും തൻ്റെ അലംഘനീയമായ നിയമത്തിൽ നിലനിർത്തുന്നത് അവിടുന്നാണ്. ഓരോന്നും അക്ഷരം പ്രതി ആജ്ഞ അനുസരിക്കുന്നു. അതിനാൽ ഭഗവാൻ യമ. ഉപേന്ദ്രോ വാമന പ്രാംശുർ അമോഘ ശുചിരുർജിത അതീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമാ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.